കഴിഞ്ഞ ദിവസം പാമ്പ് വീട്ടിൽ വന്നില്ലേ എൻ്റെ അമ്മേ, ഇനി വല്ല സർപ്പദോഷമാണോ എന്ന് കരുതിയിട്ട് നേരെ അനന്തങ്കാട്ടിൽ വിട്ടു. അനന്തങ്കാട് എവിടെയാ എന്താന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ മണ്ണാറശാല പോലെ ട്രിവാൻഡ്രത്തുള്ള ഒരു കുഞ്ഞു സർപ്പക്ഷേത്രം കേട്ടോ. രാജക്ഷേത്രം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് ചേർന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നുണ്ട്. പത്മനാഭൻ്റെ കിടക്കയായിട്ടുള്ള സർപ്പമാട്ടോ ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ഭഗവാനെ കണ്ടു, പാലും മഞ്ഞളും ഒക്കെ വാങ്ങിക്കൊടുത്തു. ആയില്യ പൂജയ്ക്കൊക്കെ കൊടുത്തിട്ട് പ്രസാദവും തൊട്ട് അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു. 10-10:30 മണിയായി തൊഴുതെല്ലാം ഇറങ്ങിയ ശേഷം. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കാനുള്ള സമയവും ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ അതാണെങ്കിൽ നമ്മൾ എപ്പോഴും വാങ്ങാറുള്ളൊരു കടയാണ് നമ്മുടെ തിരുമല മങ്കാട്ടുകടവ് പോകുന്ന വഴിക്കൊരു പള്ളിയുണ്ട്. അണ്ണൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, ചർച്ച്. അതിന് ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു കടയുണ്ട് കേട്ടോ. തട്ടുകടയെന്ന് മാത്രമേ പേരുള്ളൂ. ഇവിടുത്തെ തട്ടുദോശയും രസവടയും പപ്പടവും ഓംലെറ്റും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇവിടെ നിന്നാണ് കഴിക്കാറ്. ദോശയും രസവടയും മാത്രമല്ല കേട്ടോ, പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടാറുണ്ട്. ഞാനെന്തായാലും ഇപ്പോൾ തൽക്കാലം ദോശയും രസവടയും ഓംലെറ്റും പപ്പടവും ഒക്കെയാണ് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചൂടോടെ പൊറോട്ട അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പൊറോട്ടയും കുറച്ച് ഉള്ളിക്കറിയും കൂടി വാങ്ങി മിക്സ് ചെയ്ത് കഴിച്ചു. അതും സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ വസ്ത്രയുടെ ഒരു ലോഡ് ഓർഡേഴ്സും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ. 10-11 മണിയായി വീടെത്തിയപ്പോഴേക്കും. പിന്നെ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല. വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, 1:30 മണിയാകുമ്പോൾ പോകണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ ഇറങ്ങി ബിരിയാണി കഴിക്കാമെന്ന് കരുതി. ഇന്ന് ഉച്ചയ്ക്കും പുറത്തുനിന്ന് തന്നെ ഫുഡ്. എനിക്കറിയാം 24 മണിക്കൂറും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള കാര്യമില്ല എന്നറിയാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതാണ്. എനിക്ക് പറഞ്ഞാൽ നമുക്കതിനുള്ള സമയം കിട്ടുന്നില്ല. വയ്ക്കാനും എടുക്കാനും ഉള്ള സമയം ഞാനിപ്പോൾ ഈ വസ്ത്രയുടെ ഒരു ഇതൂടെ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറ്റുന്നതാണ്. ഞാനേ എന്നും ഡയറ്റ് തുടങ്ങും, പിറ്റേ ദിവസം പോയി ബിരിയാണി കഴിക്കും കേട്ടോ. അതോടെ ഡയറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇന്നിപ്പോൾ അതേണ്ട അവസ്ഥ. ഇന്നലെ ഭയങ്കര ഡയറ്റായിരുന്നു. ഇന്നിപ്പോൾ ഏട്ടൻ പറഞ്ഞ് എനിക്കിപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന്. പിന്നെ അങ്ങനെ ഡയറ്റ് ചെയ്യും. അതുകൊണ്ട് ഡയറ്റെല്ലാം പോയി അടിപൊളി ഫുഡ് ടെക്സ്റ്റിലെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകും കേട്ടോ. ഫുഡ് ടെക്സ്റ്റ് എവിടെയാണ്? നമ്മുടെ ആംബ്രോസിയുടെ തൊട്ട് ചേർന്ന്. അപ്പോൾ പിന്നെ ആംബ്രോസിയിൽ കയറാതെ പോകുന്ന മോശമല്ലേ. പിന്നെ ആംബ്രോസിയിൽ കയറിയിട്ട് ഒരു ക്രീം ബണ്ണും വാങ്ങാനാണ് കയറിയത്. അപ്പോഴേക്കും അവിടുത്തെ കുനാഫ ബണ്ണും പിന്നെ കസ്റ്റാർഡ് ബണ്ണും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റാർഡ് ബണ്ണും ഒരു കുനാഫ ബണ്ണും വാങ്ങി. ക്രീം ബണ്ണ് വാങ്ങിയില്ല. അതെല്ലാം വാങ്ങി കാറിനകത്തിരുന്ന് തന്നെ ടേസ്റ്റ് എല്ലാം ചെയ്ത ശേഷം വേദയെ കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസ്സിനാക്കി വേദയെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് വേദയും നമ്മളെ പോലെ ബിസി ആയിട്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഡാൻസ് സ്കൂള്, ഡാൻസ് ക്ലാസ്, ട്യൂഷൻ, സ്കൂള്, ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നേരെ ട്യൂഷനാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.